ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗാൻസ് വേൾഡ് ട്യൂട്ടോറിയൽ. സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം അഥവാ LTI സിസ്റ്റം. കഴിഞ്ഞൊരു സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ട്യൂട്ടോറിയലിൽ സിസ്റ്റം ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. അതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അതിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് കാണാത്തവർ അത് കാണേണ്ടതാണ്. സോ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഹിയർ ലീനിയർ ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റം. ഈ നെയിമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ സിസ്റ്റത്തിൻ്റെയും ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷനാണ്. ലീനിയർ സിസ്റ്റത്തിൻ്റെയും പ്ലസ് ടൈം ഇൻവാരിയൻ്റെയും കോമ്പിനേഷനാണ്. സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷനാണ് LTI സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ദെൻ ഈ രണ്ട് സിസ്റ്റത്തിൻ്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും ഈ LTI സിസ്റ്റം കാണിക്കുന്നതാണ്. സോ നമുക്കറിയാം ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ follows the principle of സോ ഇതാണ് ലീനിയർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോളോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോ ഓഫ് അഡിറ്റിവിറ്റിയും ലോ ഓഫ് ഹോമോജിനിറ്റിയും ഫോളോ ചെയ്യും. അതാണ് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഹോമോജിനിറ്റി. ദെൻ നെക്സ്റ്റ് ലോ ഓഫ് അഡിറ്റിവിറ്റി എന്താ നോക്കാം. X1t എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തു. ദെൻ Y1t എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. സിമിലർലി X2 എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തു. ദെൻ Y2t എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. ഈ രണ്ട് സിസ്റ്റവും നമ്മൾ ആഡ് ചെയ്താൽ മീൻസ് ഈ രണ്ട് സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ ആഡ് ചെയ്താൽ നമുക്കൊരു അഗൈൻ ഒരു ഔട്ട്പുട്ട് കിട്ടും. ദാറ്റ് മീൻസ് ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് Y1t പ്ലസ് Y2t ആണ്. ദെൻ സിമിലർലി നമ്മളുടെ ഈ രണ്ട് ഇൻപുട്ട്സ് ആഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന സെയിം ഔട്ട്പുട്ട് തന്നെയാണ് എങ്കിൽ നമ്മളുടെ ലോ ഓഫ് അഡിറ്റിവിറ്റി ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ്. ദാറ്റ്സ് മീൻസ് നമ്മളുടെ രണ്ട് ഇൻപുട്ട്സ് X1tയും X2tയും നമ്മൾ ആഡ് ചെയ്തു. ദെൻ ആഡ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തു. ദെൻ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് Y'(t) എന്ന് പറഞ്ഞത് ഈക്വൽ ടു Y1t പ്ലസ് Y2t ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം ലോ ഓഫ് അഡിറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. അതർവൈസ് സെക്കൻഡ് പോസിബിലിറ്റിയാണ് നോട്ട് ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സിസ്റ്റം ലോ ഓഫ് അഡിറ്റിവിറ്റി ഫോളോ ചെയ്യുന്നില്ല എന്ന്. ലോ ഓഫ് അഡിറ്റിവിറ്റി ഫോളോ ചെയ്യണമെങ്കിൽ നമ്മളുടെ രണ്ട് ഇൻപുട്ട്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ദെൻ നമ്മളുടെ ഔട്ട്പുട്ട്സ് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നതും സെയിം ആണെങ്കിൽ ആ ഒരു സിസ്റ്റം നമ്മുടെ ലോ ഓഫ് അഡിറ്റിവിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് ലോ ഓഫ് ഹോമോജിനിറ്റി. ലോ ഓഫ് ഹോമോജിനിറ്റി എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ X(t) എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്താൽ നമുക്ക് Y(t) എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് കിട്ടി. ഈ Y(t)നെ നമ്മൾ ഒരു k ടൈംസ് എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ല ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ky(t) ആണ് നമുക്ക് കിട്ടുക. ദെൻ സെയിം ഈ k എന്ന് പറഞ്ഞ ഈ കോൺസ്റ്റൻറ്റ് നമ്മളുടെ ഇൻപുട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദെൻ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെയിം ky(t)ക്ക് ഈക്വൽ ആണെങ്കിൽ ദെൻ ഈ ഒരു സിസ്റ്റം ലോ ഓഫ് ഹോമോജിനിറ്റി ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയി എഴുതുകയാണെങ്കിൽ എഫ് ഓഫ് ടി കെ എന്നാണ് കോൺസ്റ്റൻറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണോ, ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ വൈ ഡാഷ് ടി എന്ന് പറഞ്ഞത് വൈ ഡാഷ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ ടു കെ വൈ ടീനോട് ഈക്വൽ ആണെങ്കിൽ ഇത് ലോ ഓഫ് ഹോമോജനിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ലോ ഓഫ് ഹോമോജനിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്. അതർവൈസ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്, ലോ ഓഫ് ഹോമോജനിറ്റി ഫോളോ ചെയ്യുന്നില്ല. ഈക്വൽസ് ആണെങ്കിൽ ലോ ഓഫ് ഹോമോജനിറ്റി ഫോളോ ചെയ്യുന്നുണ്ട്, നോട്ട് ഈക്വൽസ് ആണെങ്കിൽ ലോ ഓഫ് ഹോമോജനിറ്റി ഫോളോ ചെയ്യുന്നില്ല. സോ സിസ്റ്റം എന്താണ്, ലീനിയർ പ്രോപ്പർട്ടി കാണിക്കുന്നില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. സോ നമ്മൾ ലീനിയർ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ സൂപ്പർ പൊസിഷൻ, ദാറ്റ് മീൻസ് ലോ ഓഫ് അഡിറ്റിവിറ്റിയും പിന്നെ ലോ ഓഫ് ഹോമോജനിറ്റിയാണ് ലീനിയർ സിസ്റ്റത്തിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെയാണ്. ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടാണെങ്കിലും ഔട്ട്പുട്ടാണെങ്കിലും അതിന് വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ചേഞ്ച് വരും. അതിനാണ് നമ്മൾ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് ഇനി പറയാം. എനി ഡിലേ ഇൻ ഇൻപുട്ട് ഈസ് റിഫ്ലക്റ്റഡ് ഓൺ ഔട്ട്പുട്ട്. സോ അതെന്താണെന്ന് നോക്കാം. നമ്മളൊരു എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്തു, നമുക്ക് വൈ ഓഫ് ടി എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് കിട്ടി. ദെൻ ഒരു T0 എന്ന് പറഞ്ഞൊരു ഡിലേ ഒരു സിസ്റ്റത്തിലുണ്ടായി. ദെൻ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ ഓഫ് ടി മൈനസ് T0 ആയിരിക്കും. T0 ആണ് ഈ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിലേ, ഔട്ട്പുട്ടിലാണ് ഈ ഡിലേ വരുന്നത്. ദെൻ ഈ സെയിം ഡിലേ T0 എന്ന് പറഞ്ഞ ഡിലേ ഞാൻ ഇൻപുട്ടിന് കൊടുക്കുകയാണ്. ഇൻപുട്ടിന് ആ സെയിം T0 എന്ന് പറഞ്ഞൊരു ഡിലേ ഞാൻ കൊടുത്തു. ദെൻ അത് ആ കിട്ടുന്ന ആ ഒരു റിസൾട്ടൻ്റാണ് ഞാൻ നെക്സ്റ്റ് സിസ്റ്റത്തിലേക്ക് ഫീഡ് ചെയ്യണത്. ദെൻ എനിക്ക് കിട്ടുന്നൊരു ഔട്ട്പുട്ട് വൈ ഡാഷ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു വൈ ഓഫ് ടി മൈനസ് T0 ആണെങ്കിൽ ഇതെന്താണ്, ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റമാണ്. അതർവൈസ് ഇതെന്ത് പറയാം, നോട്ട് ഈക്വൽ ആണെങ്കിൽ ഇത് ടൈം വാരിയൻറ്റ് സിസ്റ്റമാണ്. സോ മനസ്സിലായെന്ന് കരുതുന്നു. ദാറ്റ് മീൻസ് നമ്മളുടെ ഇൻപുട്ട് എക്സ് ടി മൈനസ് T0 ആണ് എങ്കിൽ അത് നമ്മളുടെ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വൈ ഓഫ് ടി മൈനസ് T0 ആണെങ്കിൽ ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഇൻവാരിയൻ്റ് ആണ്. സോ നമ്മളൊരു LTI സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ലീനിയർ സിസ്റ്റത്തിൻ്റെയും ടൈം ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിൻ്റെയും കോമ്പിനേഷനാണ്. സോ ഈ രണ്ട് പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്യുകയാണെങ്കിലാണ് ഒരു സിസ്റ്റം LTI സിസ്റ്റം എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇമ്പൾസ് റെസ്പോൺസ്. LTI സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ LTI സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു LTI സിസ്റ്റത്തിൽ നമ്മൾക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, ഒരു ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക എന്നുള്ളത് ഈ ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽസ് ആണ്. ഡെൽറ്റ ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽസ് ആണ് നമ്മൾ ഇതിൽ ഇമ്പൾസ് റെസ്പോൺസിൽ യൂസ് ചെയ്യാം. നമ്മൾ ടൈപ്സ് ഓഫ് സിഗ്നൽസിൽ പറഞ്ഞിട്ടുള്ളതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്പൾസ് റെസ്പോൺസിൻ്റെത് മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സോ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറയുന്നത്. സോ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ലീനിയർ ടൈംസ് ഇൻവാരിയൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കാൻ നല്ല മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ലീനിയർ ടൈം ഇൻവാരിയൻറ്റിൻ്റെ ബാക്കി ഇമ്പൾസ് റെസ്പോൺസ്, കൺവല്യൂഷൻ, ദെൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ആ 3 ടോപ്പിക്സും കൂടി ഉൾക്കൊള്ളിച്ച് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.